താങ്ക് ഗോഡ്. സ്തോത്രം. അറിയുമല്ലോ, രതീഷാണ് ക്രൈസ്തവ ഫാമിലിയിൽ നിന്ന് 21ാമത്തെ ദിവസം. ഒത്തിരി സന്തോഷമുണ്ട് പലരുടെയും ദുഃഖം അറിഞ്ഞിട്ട്. ദുഷ്ടൻ അങ്ങനെയല്ലേ പറയാൻ വന്നേ അല്ലേ? പലരുടെയും വിഷമം അറിഞ്ഞപ്പോൾ സന്തോഷം വന്നെന്ന്. വിഷമത്തിന് കാരണം എന്തെന്നറിയാമോ? ഞാൻ വിഷമിക്കുന്നത് പോലൊരു വിഷമമാണ്. എന്താ? ഉപവാസം തീരുമ്പോൾ ഉള്ള ഒരു സങ്കടമുണ്ട്. അയ്യോ, ഉപവാസത്തിൽ അനുഭവിച്ച ആ ശക്തി, ഉപവാസത്തിൽ ലഭിക്കുന്ന ആ സന്തോഷം, ദൈവത്തോടൊപ്പമായിരിക്കുന്ന അനുഭവം, അത് മിസ് ചെയ്യുന്നു. എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും പ്രിയരെ, ഉപവാസത്തിലായിരിക്കുന്ന ആ ഒരു ആത്മസാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. എത്ര ദൈവസന്നിധിയിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുക കേട്ടോ, എത്ര നമ്മൾ നല്ല രീതിയിലൊരു പ്രാർത്ഥനാ ജീവിതമോ വിശ്വാസ ജീവിതമോ നയിച്ചാലും ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ല. കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജഡം അത് പറഞ്ഞാൽ കേൾക്കത്തില്ല. അതിനെ മെരുക്കണമെങ്കിൽ ഈ ഉപവാസം എന്നൊരു വഴി മാത്രമേ ഉള്ളൂ, അല്ലാതെ അത് മെരുങ്ങത്തില്ല. അപ്പോൾ ചിലർ പറയും എന്തോ കുഴപ്പമാണ്, ദൈവദാസൻ എന്തോ കുഴപ്പമാണ്. എൻ്റെ കുഴപ്പം മാത്രമല്ല, പൗലോസ് അപ്പോസ്തലൻ്റെയും കുഴപ്പം തന്നെയാണ്. അതുകൊണ്ടല്ലേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞേ, ഇച്ഛിക്കുന്നത് മൊത്തം നന്മ ചെയ്യാനാണ്, പക്ഷേ ചെയ്യുന്നത് മുഴുവൻ ഇച്ഛിക്കാത്ത തിന്മയാണ്. അങ്ങനെയാ, ജഡം അങ്ങനെയാ. അത് വല്ലാത്തൊരു വിഷയം. അപ്പോൾ ഇതേ വാക്കുകൾ ഞാൻ കേട്ടു. ദേവദാസനെ, നാളെ തീരുവല്ലേ ഉപവാസം? ഇനി എന്നാ? ഇനി എപ്പോഴാണ് നമുക്കിതുപോലെ ഒരുമിച്ച് 21 ദിവസം ഒരു 40 വയ്ക്കണ്ടേ? പലർക്കും ആ സന്തോഷമാണ്. ഈ പറയുന്നവരൊക്കെ നേരത്തെ ഇങ്ങനെ കണ്ടിന്യൂസ് ഉപവസിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. അതാ അതിലെ വലിയ കാര്യം. ആദ്യമായിട്ടൊക്കെ ഉപവസിക്കാൻ തുടങ്ങിയ ഉപവാസത്തിൻ്റെ ടേസ്റ്റ് അറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതറിഞ്ഞാൽ അങ്ങനെയാ. അപ്പോൾ അതൊരു സന്തോഷമാണ്. അതിനൊപ്പം ഒത്തിരി പേർ സാക്ഷ്യം പറയുന്നുണ്ട്. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുമായി പങ്കുവച്ച പല സാക്ഷ്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പല മെസ്സേജുകളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇളകി മാറുന്ന പൈശാചിക ബാധിപ്പുകൾ, വെളിപ്പെട്ടു വരുന്ന പൈശാചിക സ്വാധീനങ്ങൾ പലരും അറിയുന്നില്ല പ്രശ്ന കാരണം. പക്ഷേ ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും പലരും വിളിച്ചു പറഞ്ഞു, ദൈവദാസനെ, ഞങ്ങളുടെ കണ്ണുകൊണ്ട് ഞങ്ങൾ കണ്ടു, ഞങ്ങൾക്ക് വിരോധമായി ശത്രുവായവൻ ചെയ്തു വച്ചത്, ഞങ്ങളെ ബാധിച്ചിരുന്ന, കാരണമറിയാതെ ഞങ്ങൾ കരയുവാനും വേദനിക്കുവാനും നിരാശപ്പെടുവാനും കാരണമായിരുന്ന ആ മന്ത്രവാദ അവശിഷ്ടങ്ങൾ, ആ വിഗ്രഹമാലിന്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ, നേർച്ച കാഴ്ചയുടെ ബാക്കിപത്രങ്ങൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു. മറ്റു പലരും പറയുന്നുണ്ട്, ദൈവദാസനെ, മെസ്സേജ് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഛർദ്ദിച്ചു. കൈവശം ഞങ്ങളത് തിരിച്ചറിഞ്ഞു. ആ കൈവശം പുറത്തു പോകുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. പല നിലകളിൽ ആ പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുമാറുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. ആ പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുമാറി. അർത്ഥം പുതിയ സീസൺ. താങ്ക് ഗോഡ്. പിശാചിന് പിടിച്ചു വയ്ക്കുവാൻ കഴിയാത്ത, പിശാചിന് നിങ്ങളുടെ മേൽ അവകാശം പറയുവാൻ കഴിയാത്ത പുതിയൊരു സീസൺ. അതെ, ഇതുവരെ ആ ബാധിപ്പിനാൽ അവൻ്റെ ഇഷ്ടങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. പിശാചിൻ്റെ ബാധിപ്പിനാൽ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങൾക്ക് ദോഷം സംഭവിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചവർ, നിങ്ങൾ കരഞ്ഞു കാണണം, നിങ്ങൾ നശിച്ചവരായി കാണണമെന്ന് ആഗ്രഹിച്ചവർ, മന്ത്രവാദങ്ങളിലൂടെ, ആഭിചാരങ്ങളിലൂടെ, ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെ, എതിർ പ്രാർത്ഥനകളിലൂടെ ചെയ്തു വച്ചതിൻ്റെ ഫലമായി ആ പൈശാചികമായ ബാധിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീരും നിരാശയും വേദനയും അടിക്കടി ഉളവാക്കിയെങ്കിൽ, കാരണമില്ലാതെ നിങ്ങൾ കരഞ്ഞു എങ്കിൽ, കാരണമില്ലാതെ നിങ്ങൾ വേദനപ്പെട്ടു എങ്കിൽ, കാരണമില്ലാതെ നിങ്ങൾ കഷ്ടം അനുഭവിച്ചു എങ്കിൽ, പുതിയ സീസണിൽ അതിനുള്ള സ്കോപ്പില്ല. കാരണം ആ ബാധിപ്പ്, ആ പൈശാചിക മണ്ഡലത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് നിങ്ങൾ പുറത്തായിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളെ ആ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. യേശുവിൻ
നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വാസത്തോടെ വിളിച്ചു പറയ്, ഇനി ഞാൻ പിശാചിനും അവൻ്റെ പ്രവൃത്തികൾക്കും, ഇനി ഞാൻ പിശാചിനും അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ദുഷ്ടമനുഷ്യർ എനിക്ക് വിരോധമായി ചെയ്ത ആഭിചാരങ്ങൾക്കും ക്ഷുദ്രപ്രയോഗങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും വിളിശാപങ്ങൾക്കും നേർച്ച കാഴ്ചകൾക്കും വിടക്ക് കണ്ണുകൾക്കും അധീനനല്ല. ഞാൻ പുറത്തു വന്നിരിക്കുന്നു. പ്രാർത്ഥനയുടെ ഉപവാസത്തിന്റെ ശക്തിയാൽ ആ പന്ന പിശാചും അവൻ്റെ പദ്ധതികളും എൻ്റെ ജീവിതത്തിൽ തകർക്കപ്പെട്ടിരിക്കുന്നു. ചേർത്തൊരു കാര്യം കൂടെ പറഞ്ഞ് നമ്മുടെ ഇന്നത്തെ മെസ്സേജിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് സന്തോഷത്തോടെ കേൾക്കുമ്പോഴും അലോസരപ്പെടുത്തുവാൻ തക്കവണ്ണം വരുന്ന മറ്റു ചില ഫോൺ കോളുകളുണ്ട്. ഫോൺ വിളിക്കുന്നവർ ചിലർ പരാതി പോലെ, മറ്റു ചിലർ പരിഭവം പോലെ, വേറെ ചിലർ വാണിങ് പോലെ. എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഈ തിരിച്ചറിഞ്ഞ് സന്തോഷിക്കുന്ന അതേ കാര്യം പലർക്കും ഡൈജസ്റ്റ് ആകുന്നില്ല, ദഹിക്കുന്നില്ല. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ പിശാചിനെ കുറിച്ച് പറയുന്നേ, പിശാചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നേ? വേറെ ചിലർ ചോദിക്കും, നിങ്ങൾ ഇത് ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നേ? ഞാൻ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. 21-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടാണോ നിങ്ങൾ പിശാചിനെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചും മന്ത്രവാദത്തെക്കുറിച്ചും എതിർ പ്രാർത്ഥനയെക്കുറിച്ചും ആഭിചാരത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത്? ഇതെന്ത് മനുഷ്യനാ? ഞാൻ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന സുവിശേഷം 21-ാം നൂറ്റാണ്ടിലല്ല, 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ചിലർക്കൊക്കെ ബോധ്യം വരുവാൻ വേണ്ടി 21-ാം നൂറ്റാണ്ടിൽ രാത്രി കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് സുവിശേഷം എഴുതുന്ന പതിവ് എനിക്കില്ല. എൻ്റെ കയ്യിലുള്ള സുവിശേഷം 1-ാം നൂറ്റാണ്ടിലെ സുവിശേഷമാണ്. കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം 90കളിൽ എഴുതി പൂർത്തിയാക്കിയ സുവിശേഷം. ആ ബൈബിൾ എന്ത് പറയുന്നു അത് ഞാൻ വിശ്വസിക്കുന്നു, അത് ഞാൻ ഫോളോ ചെയ്യുന്നു. എനിക്കൊപ്പമായിരിക്കുന്ന ഒരു വേർഡ് മറയില്ലാതെ ആ സത്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് പിശാച് എന്ന് പറയുമ്പോൾ, പിശാചിൻ്റെ പ്രവൃത്തികളെന്ന് പറയുമ്പോൾ ഒരുമാതിരി അറപ്പോടെ വെറുപ്പോടെ നിൽക്കുന്നവർ, അവർക്ക് പേടിയാണ്. അറിഞ്ഞോ അറിയാതെയോ അവർ പേടിക്കുന്നുണ്ട്, അവർ പിശാചിനെ പേടിക്കുന്നുണ്ട്. എനിക്ക് പേടിയില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. പേടിയില്ലാത്തത് ഞാൻ എന്തോ സംഭവം ആയതുകൊണ്ടല്ല, കർത്താവ് എന്നോട് കൂടെയുള്ളത് കൊണ്ട്. ആ പന്ന പിശാചിലും വലിയവൻ എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് അവനോട് ചേർന്ന് നിൽക്കുവാൻ വേണ്ടിയാ ഈ ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ. നോക്ക്, ബൈബിൾ എന്ത് പറയുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 1-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് കേട്ടോ. ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന 3.5 വർഷക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ കടന്നു വന്നതായി വിശുദ്ധ വേദ പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട 1-2 കാര്യങ്ങൾ വേഗത്തിലൊന്ന് തൊട്ട് ഞാൻ മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്ത്രീ വലിയൊരു ആൾക്കൂട്ടത്തിന് മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ തൊടുന്നു. നമുക്കറിയാം, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ആ സ്ത്രീക്ക് നമ്മളൊരു പേര് കൊടുത്തിട്ടുണ്ട്, രക്തസ്രവക്കാരിയായ സ്ത്രീ. ആ സ്ത്രീ കർത്താവായ യേശു ക്രിസ്തുവിനെ തൊടുന്നു, അവളുടെ രക്തസ്രവം നിന്നു. ബാക്കി ചരിത്രമാണ്, വേദപുസ്തകത്തിനകത്തുണ്ട്. അവസാനം കർത്താവായ യേശു ക്രിസ്തു ആ സ്ത്രീയോട് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: സ്ത്രീയെ, ബാധ ഒഴിഞ്ഞു, സമാധാനത്തോടെ പോകാം. ശ്രദ്ധിക്കണമേ, യേശു പറയുന്നത് സ്ത്രീയെ നിന്റെ രക്തസ്രവം നിന്നു, സ്ത്രീയെ നിന്റെ ബ്ലീഡിങ് നിന്നു അല്ല, ബാധ ഒഴിഞ്ഞു, ബാധ ഒഴിഞ്ഞു. ആ സ്ത്രീ അനുഭവിച്ചത് രക്തസ്രവമാണ്. അവളുടെ ശരീരത്തിൽ അവൾ അനുഭവിച്ചത്, നെടുനാളുകളായി അവൾ അനുഭവിച്ചത്, അവളെ ട്രീറ്റ് ചെയ്ത ഡോക്ടർമാർ, മീൻസ് വൈദ്യന്മാർ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഈ രക്തസ്രാവത്തെ നിർത്തുവാനാണ്. ശ്രദ്ധിക്കണമേ, അവളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഡോക്ടർമാർ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഈ രക്തസ്രാവത്തെ നിർത്തുവാൻ വേണ്ടിയാണ്. യേശു രക്തസ്രാവത്തെ അല്ല നിർത്തിയത്, അവളിലെ ബാധയെ പുറത്താക്കി. അപ്പോൾ രക്തസ്രാവം നിന്നു. മീൻസ് അവളെ രക്തസ്രാവ രോഗിയാക്കി തീർത്തൊരു ബാധ, ഒരു പൈശാചിക മണ്ഡലം, അത് യേശു തിരിച്ചറിഞ്ഞു. യേശുവിന് നാണക്കേടില്ല, അതുകൊണ്ട് എനിക്കും നാണക്കേടില്ല. ഓ താങ്ക് യു ലോർഡ്. മറ്റൊരിക്കൽ കർത്താവ് യേശു ക്രിസ്തു പള്ളിയിൽ ഉപദേശിക്കുന്നതായി ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ 16 വർഷങ്ങളായി ഒരു സ്ത്രീ കൂനിയായിരിക്കുന്നു, രോഗം ബാധിച്ചിട്ട് കൂനിയായിരിക്കുന്നു. നോക്കൂ, അവിടെ ഒരുപാട് പുരോഹിതന്മാർ വന്ന് കാണും, പരീശന്മാർ വന്ന് കാണും, പള്ളിയാണല്ലോ. ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ വന്ന് കാണും, പ്രവാചകന്മാർ ആ കാലത്ത് ആ സുവിശേഷത്തിൽ ധാരാളമുണ്ടല്ലോ, അവരൊക്കെ വന്ന് കാണും. അവരിൽ പലരും ആലോചനകൾ പറഞ്ഞു കാണും. മറ്റു ചിലർ ആ മാനുഷികമായ സ്നേഹം മുൻനിർത്തി ആ സഹോദരിയോട് പറഞ്ഞു കാണും, നീ നല്ലൊരു ഡോക്ടറെ പോയി കാണുക, മീൻസ് നല്ലൊരു വൈദ്യനെ പോയി കാണുക, ഇതിൽ നിന്ന് നിനക്ക് പുറത്തു വരുവാനായിട്ട് കഴിയും. അവരൊക്കെ കണ്ടത് കൂനിയായിരിക്കുന്ന ആ സ്ത്രീയെ കൂനിയാക്കിയ രോഗത്തെയാണ് കണ്ടത്. കൂനെന്ന രോഗത്തെ അവൾ അനുഭവിച്ചു കൊണ്ടിരുന്ന, അവളെ കാണുന്നവർ മനസ്സിലാക്കിയ കൂനെന്ന രോഗത്തെ. എന്നാൽ യേശു വന്നപ്പോൾ യേശു കണ്ടത്
അവളുടെ മേൽ ബാധിച്ചിരിക്കുന്ന രോഗാത്മാവിനെ, ഓ താങ്ക് ഗോഡ്, അവളെ കൂനിയാക്കുന്ന ഒരു രോഗാത്മാവ്, ഒരു പൈശാചിക മണ്ഡലം. ആ പൈശാചിക മണ്ഡലത്തെ യേശു കണ്ടതുകൊണ്ട് അവൾ നിവർന്നു. കൂനിയായി കടന്നുപോയവൾ തല നിവർന്ന് തിരികെ മടങ്ങി. പ്രൈസ് ഓർ ഫാമിലി, ചിലത് കാണുന്നുണ്ട്. നിങ്ങളുടെ തല കുനിപ്പിക്കുന്ന, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന നെടുനാളുകളായി നല്ലതൊന്നും അനുഭവിക്കുവാനും നല്ലതൊന്നും കാണുവാനും നല്ലതൊന്നും ആസ്വദിക്കുവാനും കഴിയാതെ പല നിലകളിൽ ബാധിക്കപ്പെട്ടവരാക്കി നിങ്ങളെ മാറ്റിയിരിക്കുന്ന ആ ബാധിപ്പിന് പിന്നിലുള്ള കാരണത്തെ പ്രൈസ് ഓർ ഫാമിലി കാണുന്നുണ്ട്. ഞങ്ങളത് കാണുന്നത് കൊണ്ട് യേശുവിൻ നാമത്തിൽ ഞങ്ങളതിനെ പുറത്താക്കുന്നുമുണ്ട്. നിങ്ങൾ നിവർന്ന് നിൽക്കുക തന്നെ ചെയ്യും. നിങ്ങളെ പിന്നെയും പിടിച്ചു വയ്ക്കുവാൻ ഒരു പിശാചിനും കഴിയത്തേയില്ല. ഒന്നുകൂടെ പറഞ്ഞ് വേഗത്തിൽ മെസ്സേജിലേക്ക് പ്രവേശിക്കട്ടെ. ഒരപ്പൻ കണ്ണുനീരോടെ ശിഷ്യന്മാരോട് അപേക്ഷിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ, പ്രിയപ്പെട്ടവരെ, എൻ്റെ മകനെ നിങ്ങളൊന്ന് സൗഖ്യമാക്കണം. അവൻ തീയിലും വെള്ളത്തിലും വീണ് ചാകുവാൻ പെടപെടാ പാടുപെടുന്നു. കാരണം ആ പിതാവ് തന്നെ പറയുന്നു, ഒരു അശുദ്ധാത്മാവ്, പിശാച് അവന് മേൽ ബാധിച്ചിട്ട് ശിഷ്യന്മാർ പരാജയപ്പെട്ടു പോയി. ഒരുപക്ഷെ ഇതുപോലെ ആയിരിക്കാം. ശിഷ്യന്മാർ നോക്കിയപ്പോൾ ഒരുത്തൻ അങ്ങോട്ട് ഉരുളുന്നു, ഒരുത്തൻ ഇങ്ങോട്ട് ഉരുളുന്നു. ആ പിതാവിന് മനസ്സിലായതുപോലും ശിഷ്യന്മാർക്ക് മനസ്സിലായി കാണത്തില്ല. ഇന്നത്തെ ശിഷ്യന്മാരുടെ കുഴപ്പം അതാ, പലതും അവർക്ക് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. മനസ്സിലാകണമെങ്കിൽ എന്തു ചെയ്യണം? അതും വഴിയെ പറയാം. നോക്കൂ, കർത്താവായ യേശു ക്രിസ്തു അവനെ കണ്ടപ്പോൾ തന്നെ ആ പിതാവിനെ പോലെ പിതാവ് സ്നേഹത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു തന്നിൽ വെളിപ്പെടുന്ന ദൈവത്വത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു. പിശാച് കാരണം ചാന്ദ്രരോഗം. എന്നാൽ ലോകം പറയും ചാന്ദ്രരോഗം മീൻസ് ചുഴലിയാന്നേ ആ ചെറുക്കൻ ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ കർത്താവ് പറയുക പിശാച്. യേശു ശാസിച്ചപ്പോൾ പിശാച് അവനെ ഇഴച്ചിട്ട് ഇട്ടേച്ച് പോയി. ഓ ആമേൻ. ഇട്ടേച്ച് പോവും. പോണമെങ്കിൽ ശിഷ്യനെന്ന് പേരുണ്ടായാൽ പോരെ. 17:21 മത്തായിയുടെ സുവിശേഷം, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ചുഴലി രോഗം മാറിപ്പോകുമെന്നല്ല, ഈ ജാതി ഇவ்விധത്തിലുള്ള ഇவ்விധത്തിൽ തീയിലും വെള്ളത്തിലും തള്ളിയിട്ട് കൊന്ന് പ്രിയപ്പെട്ടവരുടെ വേണ്ടപ്പെട്ടവരുടെ വേദനയ്ക്കും കണ്ണുനീരിനും കാരണമാക്കുന്ന അതേ ഇவ்விധത്തിലുള്ളത് നീങ്ങിപ്പോകണമെങ്കിൽ പ്രാർത്ഥനയും ഉപവാസവും ആവശ്യം. അതേ പ്രിയരെ, നിങ്ങൾക്കുള്ള പലതും നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ, അത് മുഖാന്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടവരണമെങ്കിൽ ഇவ்விധത്തിലുള്ളത് നീങ്ങിപ്പോകണം. ഓ താങ്ക് ഗോഡ്. അவ்விധത്തിലുള്ളത് ഉപവാസ പ്രാർത്ഥന 21ാമത്തെ പകലിൽ നീങ്ങിപ്പോകുക. നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, പടർന്ന് കയറി തകർത്ത് കളയുന്ന, യേശുവിൻ നാമത്തിൽ അധികാരം പറയുന്ന, അവകാശം പറയുന്ന ആ പൈശാചിക മണ്ഡലങ്ങൾ തകർക്കപ്പെടുക. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദരി, ആ തൊഴിലിടത്തിൽ പടർന്ന് കയറി സന്തോഷമായി അനുഭവിക്കേണ്ടതിന് കവർന്നെടുത്ത് നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്നെ തൊഴിലില്ലാത്തവനാക്കി മാറ്റുന്ന, പലരെയും നിനക്ക് വിരോധമായി എഴുന്നേൽപ്പിക്കുന്ന ആ പൈശാചിക മണ്ഡലം ചില വ്യക്തികളിലൂടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടു. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സഹോദര, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് വിരോധമായി പല നിലകളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കാരണം കണ്ടെത്തുവാൻ കഴിയാത്ത വിധത്തിൽ കുടുംബജീവിതത്തെ തകർത്ത് വെല്ലുവിളിക്കുന്ന, ചിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം അർദ്ധരാത്രികളിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ നീ ആ ശബ്ദം കേൾക്കുന്നുണ്ട്. അലറിച്ചിരിക്കുന്ന, ആർത്തിച്ചിരിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളുടെ ശബ്ദം. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ പൈശാചിക മണ്ഡലത്തെ തകർക്കുന്ന ഒരു അഭിഷേകവും തകർക്കുന്ന ഒരു അധികാരം 21ാമത്തെ ദിവസം വെളിപ്പെട്ട് വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മാതാവേ, പിതാവേ, സന്തോഷമായി സമാധാനമായി നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നീ പലതും കാണണം. അതെ, അതിൽ തന്നെ സന്തോഷവും സമാധാനവും കാണണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന വൈശാചിക മണ്ഡലം, പലരുടെയും അസൂയ നിറഞ്ഞ നോട്ടം, പലരുടെയും അസൂയയോടെയുള്ള ഇഷ്ടങ്ങൾ നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് കൂട്ടുകെട്ടുകളിലും ലോകപ്രകാരമുള്ള ജീവിതങ്ങളിലും പെട്ട് പിടിക്കപ്പെട്ട് വാദിക്കപ്പെട്ടവർ ആയിരിക്കുമ്പോൾ ആ ബാധിപ്പിന് നേരെ കണ്ണടയ്ക്കാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, ആ ബാധിപ്പിനെ പുറത്താക്കി നിന്റെ തലമുറകളെ നിന്റെ സന്തോഷമാക്കി തിരികെ തരുവാൻ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വെളിപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു അധികാരം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ബന്ധനം അഴിയുക. തലമുറയുടെ മേൽ കെട്ടിബന്ധിക്കുന്ന ബന്ധനം യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ ശരീരത്തെ വരിഞ്ഞുമുറുക്കി രോഗിയാക്കി നിന്നെ ഒതുക്കിക്കൊട്ടുന്ന പുറത്തു വരുവാനോ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനോ കഴിയാത്ത വിധത്തിൽ അതേ മരുന്നുകൊണ്ടും വൈദ്യനെ കൊണ്ടും
നിനക്കൊരു പ്രയോജനമില്ലാത്ത നിലയിൽ ബാധിക്കപ്പെട്ട അവസ്ഥ, ആ ബാധയെ കർത്താവ് പുറത്താക്കി യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ ബാധ പുറത്തു, ഓ താങ്ക് ഗോഡ്, കടക്കാരിയാക്കി നിന്നെ ഒതുക്കിക്കൂട്ടുന്ന ആ ബാധയും ബാധിപ്പും പുറത്തുപോയി തലകുനിക്കപ്പെട്ട സ്ഥാനത്ത് അതേ സഹോദരി നീ തല നിവർത്തി നിൽക്കുവാൻ പോകുക. തീർന്നില്ല. നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പിന്നെയും കടന്നു വരട്ടെ. അപ്പോസ്തലനായ പൗലോസ് എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഈ വിധത്തിൽ വളരെ ശക്തവും സുവ്യക്തമായും രേഖപ്പെടുത്തിയിരിക്കുന്നു. വായിച്ച് മനസ്സിലാക്കുവാൻ കഴിവുള്ളവർ, കേൾക്കുവാൻ മനസ്സുള്ളവർ കേൾക്ക്, ഇനിയെങ്കിലും മാറ്. 12-ാമത്തെ വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ നമുക്ക് പോരാട്ടമുള്ളത്. കുഞ്ഞമ്മയുടെ മോനോടല്ല, വലിയപ്പന്റെ ഇളയപ്പനോടല്ല, നാട്ടിൽ കിടക്കുന്ന അതാ ഇതുവരെ പറഞ്ഞവർ പറ്റിച്ചോണ്ടിരുന്നത്. ആമേൻ. നാട്ടിൽ കിടക്കുന്നവരോടല്ല, അയൽവക്കക്കാരോടല്ല, ഒരമ്മയുടെ ഉദരത്തിൽ പിറന്നവരോടല്ല നിങ്ങൾക്ക് പോരാട്ടമുള്ളത്. അവരെ നിങ്ങൾക്ക് ശത്രുക്കളാക്കി മാറ്റുന്ന വാഴ്ചകളോടും അധികാരങ്ങളോടും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് അത് തിരിച്ചറിഞ്ഞു. 1-ാം നൂറ്റാണ്ടിൽ ഇന്നും ഞങ്ങൾ ഫോളോ ചെയ്യുന്നു. അതേ 1-ാം നൂറ്റാണ്ടിലെ പിശാച് 21-ാം നൂറ്റാണ്ടായപ്പോൾ പത്തി മടക്കി പോയിട്ടില്ല. അവൻ അവിടെ തന്നെ ഉണ്ട്. തിരിച്ചറിയുന്നവർ അവനെ ജയിക്കും. ആമേൻ. അവനെ ജയിക്കുവാൻ കർത്താവും കൂടെ ഉണ്ടല്ലോ. നോക്കൂ, വാഴ്ചകൾ, നമ്മെ വാഴുന്ന ഒരു പൈശാചിക മണ്ഡലം. അപ്പോസ്തലനായ പൗലോസ് അതേക്കുറിച്ചാണ് പറയുന്നത്. നമ്മെ വാഴുന്ന ഒരു പൈശാചിക മണ്ഡലം. നാം എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മോശെ എന്ന ഭക്തൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഈ ഭൂമിയിലുള്ള, സമുദ്രത്തിലുള്ള, ആകാശത്തുള്ള സകലത്തെ വാഴുവീൻ. യെസ്, തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഴുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ വാഴുന്ന പൈശാചിക മണ്ഡലം. ആ വാഴുന്ന പിശാചിനോടാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനുമേൽ വാഴുവാൻ ആഗ്രഹിക്കുന്ന, വാഴ്ച നടത്തുന്ന, ഓ താങ്ക് ഗോഡ്, വാഴ്ച നടത്തുന്ന പിശാചിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. ആ പന്ന പിശാചിനോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. പോരാടിയേ പറ്റത്തുള്ളൂ. ഓ താങ്ക് ഗോഡ്. പ്രാർത്ഥനയും ഉപവാസവും ആ പോരാട്ടത്തിന് നിനക്ക് ഊർജം പകരും. അപ്പോ അവന്റെ വാഴ്ച ഉറപ്പിക്കുവാൻ, അവന് നമ്മുടെ മേൽ വാഴുവാൻ പല ടൂളുകളുണ്ട്, അല്ലെങ്കിൽ പല ആയുധങ്ങളുണ്ട്. അവൻ എങ്ങനെയാണ് നമ്മെ വാഴുന്നത്? ചിലപ്പോൾ നമ്മെ ഒരു രോഗിയാക്കിയിട്ടായിരിക്കാം അവൻ വാഴുന്നത്. താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പിന്നെയും പറയാം, രോഗം ഡോക്ടറിനെ കണ്ടുപിടിക്കുവാൻ കഴിയാത്ത രോഗം, എത്ര മരുന്ന് കുടിച്ചാലും മാറാത്ത രോഗം, ചില പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാകുന്ന രോഗം, ചില പ്രത്യേക സ്ഥലങ്ങളിൽ എത്തുമ്പോൾ, ചില വീടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലേ, തനിയെ രോഗം വരും. ചില സ്ഥലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് രോഗം വരും. ചില സീസണിൽ ചില ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രോഗം വരും. പൈശാചികമായ സ്വാധീനം, ആ വാഴ്ച. അപ്പോൾ രോഗം ഒരു ടൂളാണ്. പിശാചിന് നമ്മെ വാഴുവാനുള്ളൊരു ടൂളാണ് രോഗം. രോഗത്താൽ പിശാച് വാണുകൊണ്ടിരിക്കുന്നു. കടം ഒരു ടൂളാണ്. നമ്മുടെ സ്വസ്ഥതയെ, സമാധാനത്തെ നഷ്ടപ്പെടുത്തി നമ്മളെ ഒന്നുമില്ലാത്തവരാക്കി തീർക്കുവാൻ തക്കവണ്ണം പിശാചിൻ്റെ കയ്യിലുള്ള മറ്റൊരു ടൂളാണ് അതേ സ്തോത്രം, കടം. പിന്നെയുമുണ്ട് പരാജയം, മറ്റൊരു ടൂളാണ്. തലമുറകളെ, കുടുംബത്തെ പരാജയപ്പെടുത്തി, കുടുംബജീവിതത്തെ പരാജയപ്പെടുത്തി സ്തോത്രം നമ്മെ വാണുകൊണ്ടിരിക്കുക. കുടുംബജീവിതത്തെ തകർത്ത് ഭാര്യയെ, ഭർത്താവിനെ വാണുകൊണ്ടിരിക്കുക, പരാജയപ്പെടുത്തി മക്കളെ വാണുകൊണ്ടിരിക്കുക, അവരെ മദ്യത്തിൽ മുക്കി കൊന്നുകൊണ്ടിരിക്കുക. ആമേൻ. പലരും മക്കളോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയരെ, മക്കളോടല്ല, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന, അവരെ വാഴുന്ന പൈശാചിക മണ്ഡലത്തോട് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പോരാട്. ഓ സ്തോത്രം. ഇല്ലെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുക, നമുക്ക് ശരിയാക്കാവുന്നേ. നിങ്ങൾ ഭയപ്പെടുന്നതിനെ ഞങ്ങൾ ഭയപ്പെടത്തില്ല. കാരണം നിങ്ങളെ ഭയപ്പെടുത്തിയതാണ്, പലരും കാലാകാലങ്ങളായി നിങ്ങളെ ഭയപ്പെടുത്തിയതാണ്. പോരാട്ടമുള്ളത് ആ മക്കളോടല്ല. അവന്മാർക്ക് ബോധമൊന്നുമില്ലെന്നേ. കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നെ അറിയാമല്ലോ, ഞാൻ കുടിച്ചിട്ട് എവിടെയൊക്കെ വീണ് കിടന്നതെന്ന് എനിക്കൊരു ബോധവുമില്ല. പിറ്റേന്ന് ബോധം തെളിയുമ്പോഴാണ് ആശുപത്രിയിൽ ഇങ്ങനെ മലന്ന് കിടക്കുന്നത്. ഫാന് കറങ്ങി കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഞാൻ സ്വർഗത്തിലെത്തിയിട്ടില്ല, മാലാഹമാരല്ല. അതെ, വാഴുകയാന്നേ പിശാച്. പിള്ളേരോട് അലച്ചിട്ട് കാര്യമുണ്ടോ? വാഴുന്ന പിശാചിനെ എതിർത്ത് നിൽക്കുവാൻ. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ പരാജയം ഒരു വാഴ്ചയാണ്.
ഇങ്ങനെ പല നിലകളിൽ നിങ്ങളെ ഇല്ലാത്തവരാക്കി തീർക്കുന്ന ദാരിദ്ര്യം പിശാചിൻ്റെ ഒരു ടൂളാണ്, നിങ്ങളെ വാഴുവാനുള്ളൊരു ടൂളാണ്. അപ്പോൾ ആ പിശാചിനെ എങ്ങനെ തകർക്കുവാൻ കഴിയും? പ്രാർത്ഥന ഉപവാസവും ഒരു വഴിയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് ശക്തി കിട്ടുന്നതും ഒപ്പം തന്നെ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെ എടുത്തുപയോഗിക്കുവാൻ കഴിയുന്ന ഒരു ആയുധം, ആ ആയുധത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തന്നെ പ്രസ്തുത വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും. പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ആയിരിക്കുമ്പോൾ എന്തിന് നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ മെസ്സേജ് കേൾക്കണം, പ്രഭാതമനെ കേൾക്കണമെന്ന നിർബന്ധ ബുദ്ധിയാൽ എത്ര തിരക്ക് പിടിച്ച സമയത്തും എത്ര സ്ട്രെയിൻ ചെയ്തും നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം മായമില്ലാതെ കലർപ്പില്ലാതെ പങ്കുവെക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതായുധമാണ്. അതെ, ആ പിശാചിൻ്റെ വാഴ്ചയെ തകർക്കുന്ന ആയുധം. അതെ, അവന് പല പല ആയുധങ്ങളുണ്ടായിരിക്കാം, നമുക്കൊരായുധമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം നിന്റെ കയ്യിലുണ്ടോ, ശത്രു വീഴും. യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ വചനം കയ്യിലുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഒത്തിരി മെസ്സേജുകളിലൂടെ ധ്യാനിച്ചിട്ടുള്ളതാണ് വചനം കൊണ്ട് എങ്ങനെ പിശാചിനെ ജയിക്കാം. അത് കണ്ടിട്ടില്ലാത്തവർ നേരത്തെയുള്ള എപ്പിസോഡുകൾ കാണുക. കർത്താവ് നിങ്ങളെ ശത്രുവിനെ ജയിക്കുവാൻ പ്രാപ്തനാക്കി തീർക്കും. വചനം പറഞ്ഞ് പിശാചിനോട് കളിക്കുക, പിശാചിന് പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല. കാരണം വചനം വാളാണ്, വചനം വാളാണ്. അത് തകർക്കേണ്ടതിനെ തകർക്കും, പിളർത്തി മാറ്റേണ്ടതിനെ പിളർത്തി മാറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ പറ്റിച്ചേർന്ന് വാഴ്ച നടത്തുന്ന പിശാചിനെ തകർക്കുവാൻ, അതേ പിശാചിനെ തകർക്കുവാൻ സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, ആ പിശാചിനെ തകർക്കുവാൻ ദൈവവചനമെന്ന വാളിന് കഴിയും. ഓ താങ്ക് ഗോഡ്. കാരണം അതുകൊണ്ടാണ് സംശുദ്ധമായി തന്നെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പ്രസംഗിക്കുന്നത്, അത് ആലോചനകളിലൂടെ നിങ്ങളുമായി അറിയിക്കുന്നത്. നിങ്ങളുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം വെച്ച് ശത്രുവിനോട് നിങ്ങൾ ഫൈറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ്. നമുക്ക് പോരാട്ടമുണ്ട്. നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞാൽ പോരാട്ടമുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, പോരാട്ടമുണ്ട്. അത് ചിറ്റപ്പൻ്റെ കൊച്ചുച്ചൻ്റെ മോനോടുമല്ല, വലിയമ്മയുടെ അവിടെയുള്ള അവരോടുമല്ല, വളഞ്ഞ വഴിക്കുള്ള ആരോടുമല്ല. നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോട്. നിങ്ങളെ വാഴുന്ന ആ ശത്രുവിനോട് നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. വാഴ്ചകളോടും അധികാരങ്ങളോടും. അധികാരം നടത്തുന്നത് പിശാചാണ്. പിശാചിന് ഇഷ്ടം നടന്നുകൊണ്ടിരിക്കുന്നു. ഓ സ്തോത്രം. വാക്കുകൾക്ക് വിലയില്ല, പ്രവൃത്തിക്ക് സ്ഥാനമില്ല. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നു എന്ന് പോലും ചിന്തിക്കുന്ന അളവിൽ അവൻ അധികാരിയായി മാറിയിരിക്കുന്നു, അവൻ്റെ അടിമകളായി മാറിയിരിക്കുന്നു. അവൻ്റെ ആജ്ഞ അനുസരിക്കുവാൻ മാത്രം കഴിയുന്നവരായി. ലോകം അങ്ങനെയാ. അവൻ എന്ത് പറഞ്ഞു കൊടുക്കുമോ അത് കേട്ട് അങ്ങനെ ജീവിച്ച് മുൻപോട്ട് പോവുക. പിശാചുമില്ല, അവൻ്റെ പ്രവൃത്തിയില്ല. അയ്യോ ഞങ്ങൾ കൈയടിക്കുന്നത് കൊണ്ട് അയ്യോയ്യോ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന പിടിക്കപ്പെട്ട ബാധിക്കപ്പെട്ട ഒരു തലമുറയിൽ എന്നെ കേൾക്കുന്ന പ്രിയരേ, നിങ്ങളിൽ പലരും ആയിരിക്കുന്നു. അതേ, അവിടെ നിന്ന് നിങ്ങൾ പുറത്തു വരണം. അവൻ പറഞ്ഞു തരുന്നത് കേൾക്കാനല്ല, ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടത്. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ അവനെ വാഴണം. ആ പ്രശ്നങ്ങളെ നിങ്ങൾ വാഴണം. ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിങ്ങൾ ആ ശത്രുവിനെ തകർത്ത് അവനെ വാഴുവാൻ പോകുക. സഹോദര, സഹോദരി, നിന്റെ തൊഴിലിടത്തിൽ നിന്നെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും തളച്ചിടുന്ന പിശാചിനെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നീ വാഴുവാൻ പോകുക. അവൻ്റെ അധികാരത്തെ തകർക്കുവാൻ പോകുക. അവൻ്റെ അധികാരത്തെ തകർക്കുവാനുള്ള ഒരു അധികാരം നിനക്കുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വാക്കുകൾ വളരെ മനോഹരമായി ലൂക്കോസ് എന്ന എഴുത്തുകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള അധികാരം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അധികാരിയായ പിശാചിനെ തകർക്കുവാനുള്ള അധികാരം. അതാ ദൈവത്തിൻ്റെ വചനം വായിക്കണം. വായിച്ചാലേ കാര്യം മനസ്സിലാകത്തുള്ളൂ, വായിച്ചാലും അകത്ത് കയറണം. യേശുവിൻ നാമത്തിൽ ആ അധികാരത്താൽ ചില ശത്രുക്കൾ ഇന്ന് കാൽ കീഴിൽ തകർക്കപ്പെടുന്ന കൃപയ്ക്ക്, സ്വസ്ഥതയെ, സമാധാനത്തെ, സന്തോഷത്തെ കവർന്നു കളയുന്ന ആ ശത്രുവിന്റെ പദ്ധതിയും 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അത് തകർക്കപ്പെടുന്ന കൃപയ്ക്ക് വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്, ആ ബന്ധനം അഴിയുക. ഓ താങ്ക് ഗോഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ആ കെട്ടുപൊട്ടുന്ന കൃപയ്ക്കായി, ആ ബാധിപ്പ് വിട്ടുമാറുന്ന കൃപയ്ക്ക്, എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ, തൊഴിലിടങ്ങളിൽ നിന്ന് ആ പൈശാചിക സ്വാധീനങ്ങൾ മാറിപ്പോകുക. ഓ താങ്ക് യു ലോർഡ്. പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുത്. കുടുംബജീവിതങ്ങളിൽ നിന്ന് കലഹവും നിരാശയും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും കൊണ്ടുവരുന്ന ആ പൈശാചിക സ്വാധീനം മാറിപ്പോവുക. പുതിയതൊന്നും സംഭവിക്കാതെ വേണം. തലമുറകളുടെ ജീവിതത്തിൽ നല്ലതും പുതിയതും സംഭവിക്കാതെ വേണം. വിവാഹത്തെ മുടക്കി നല്ല ജോലി നൽകാതെ രാജ്യങ്ങളുടെ വാതിലുകൾ മുമ്പേ തുറക്കപ്പെടുന്ന അനുഭവത്തിലുള്ളപ്പോഴും അതിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഒതുക്കിക്കൊട്ടുന്ന ആ പൈശാചിക സ്വാധീനം യേശുവിൻ നാമത്തിൽ വിട്ടുമോ. എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുപോകുക. ആ ഭവനങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന
വ്യാപരിക്കുന്ന, സ്വസ്ഥമായി സമാധാനമായി ഭവനത്തിനകത്ത് കിടന്നുറങ്ങുവാൻ കഴിയാതെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും, ഉറക്കത്തെ നഷ്ടപ്പെടുത്തി കളയുന്ന, കലഹവും ഇട്ട് വെല്ലുവിളിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോ. സംശയമെന്ന, മദ്യപാനമെന്ന, ദുർനടപ്പെന്ന, കൂട്ടുകെട്ടുകളെന്ന യേശുവിൻ നാമത്തിൽ ആ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറുക. പ്രാർത്ഥിക്കുക, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തലമുറകളുടെ ജീവിതത്തിൽ ആ പൈശാചിക സ്വാധീനം, മാതാപിതാക്കളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ പിശാചിനാൽ പിടിക്കപ്പെട്ട് ബാധിക്കപ്പെട്ടവരായി ജീവിക്കുന്ന തലമുറകളുടെ മേൽ നിന്ന് ആ പൈശാചിക സ്വാധീനം മാറുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക മാതാവേ. യേശുവിൻ നാമത്തിൽ സഹോദരി പ്രാർത്ഥിക്കുക. ആ പൈശാചിക സ്വാധീനം വിട്ടുമാറുക. അവരെ പരാജയത്തിൽ തള്ളിയിടുന്ന, അവരെ ഒന്നും ആകുവാൻ കഴിയാത്തവരായ മുറിക്കുള്ളിൽ ഒതുക്കിക്കൂട്ടുന്ന ആ പൈശാചിക സ്വാധീനം യേശുവിൻ നാമത്തിൽ വിട്ടുപോ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കണ്ണുനീര്, നിരാശയും വേദനയും അടിക്കടി അനുഭവിക്കുമാറാക്കുന്ന ആ പൈശാചിക സ്വാധീനം, പലതും ചെയ്തിട്ട് ആഗ്രഹിക്കുന്നത് പോലെ പുറത്തു വരുവാൻ കഴിയാതെ ഒന്നുമാകാതെ മുറിക്കകത്ത് ഒതുക്കിക്കൂട്ടുന്ന, പലരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്ന ആ പൈശാചിക സ്വാധീനം, ആ വാഴ്ച വിട്ടുമാറുക. സഹോദര, നിന്റെ ജീവിതത്തിൽ നിന്ന് ആ വാഴ്ച വിട്ടുമാറുക. സഹോദരി, ആ വാഴ്ച വിട്ടുമാറുക. യേശുവിൻ നാമത്തിൽ പലരുടെ മുമ്പിൽ തലനിവർത്തി നിന്ന, ഇന്നലകളിൽ നിന്ന് പലരുടെ മുമ്പിൽ കൈനീട്ടി തലകുനിച്ച് നിൽക്കുന്ന അവസ്ഥയിലാക്കി തീർത്ത, അതിനെ ബാധ്യതക്കാരിയാക്കി തീർത്ത, ബാധ്യതക്കാരനാക്കി തീർത്ത, കടക്കാരനാക്കി തീർത്ത യേശുവിൻ നാമത്തിൽ ആ വാഴ്ച, ആ പൈശാചിക സ്വാധീനം വിട്ടുമോ. യേശുവിൻ നാമത്തിൽ ആ കടഭാരങ്ങൾ വിട്ടുമാറട്ടെ. പലിശ കടങ്ങൾ, ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. തലമുറകളുടെ വിദ്യാഭ്യാസം, അതിനുമേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പൈശാചികമായ സ്വാധീനങ്ങൾ മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കും മാതാവേ. തലമുറകളെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ആ സ്വാധീനത്തിൽ നിന്ന് അവർ പുറത്തു വരിക. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങൾ വിട്ടുപോകുക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. കുടുംബങ്ങൾ പണിയപ്പെടുക, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക, ഡിവോഴ്സുകൾ മാറിപ്പോകുക. സഹോദരൻ, നിന്റെ ഭർത്താവ് ആ പൈശാചിക സ്വാധീനം വിട്ട് തിരികെ വരിക. സഹോദരൻ, നിന്റെ ഭാര്യ ആ പൈശാചിക സ്വാധീനം വിട്ട്, പലരുടെയും കൊത്തവണ്ണം അവൾ ചലിക്കുന്ന, പലരുടെയും കരങ്ങളിലെ കളിപ്പാവയാക്കി അവളെ മാറ്റിയ പൈശാചിക സ്വാധീനം വിട്ട് അവൾ മടങ്ങി വരിക. അത് വിട്ടപോ. യേശുവിൻ നാമത്തിൽ ഭവനങ്ങളുടെ പണികൾ മനോഹരമായി പൂർത്തീകരിക്കപ്പെടുക. ആ വസ്തു കച്ചവടം നടക്കുക. ആ വസ്തുവിന്മേൽ അവകാശം പറയുന്ന പൈശാചിക സ്വാധീനം അഴിയട്ടെ. ആ വിചാരങ്ങളാൽ, ക്ഷുദ്ര പ്രയോഗങ്ങളാൽ നിന്റെ ശവപ്പറമ്പാക്കി നിന്റെ ആ വസ്തുവിനെ മാറ്റുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് അവകാശം പറയുന്ന ആ പോര് യേശുവിൻ നാമത്തിൽ അഴിയട്ടെ. വാഹനത്തിന്മേൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരുകൾ അഴിയട്ടെ. യേശുവിൻ നാമത്തിൽ വഴികളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. പല രാജ്യങ്ങളിലും വാഗ്ദത്ത പ്രാപ്തിക്കായി കടന്നു പോയിട്ടും ആഗ്രഹിച്ചത് പ്രാപിക്കുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടായിരിക്കുന്ന അവസ്ഥ മാറട്ടെ. ആ ബാധിപ്പുകൾ മാറുക. പൈശാചികമായ സ്വാധീനങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. മന്ത്രവാദ, ആഭിചാര, ക്ഷുദ്ര പ്രയോഗങ്ങളിലൂടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. തലമുറകളിൽ നിന്ന് എതിർ പ്രാർത്ഥനകൾ, സ്തോത്രം, അവരുടെ മേലുള്ള അവകാശവാദങ്ങൾ, അവരുടെ സൗന്ദര്യത്തിനുമേലുള്ള, മക്കളുടെ സൗന്ദര്യത്തിനുമേലുള്ള അവകാശവാദം അഴിയട്ടെ. പ്രാർത്ഥിക്ക്. മക്കളുടെ ആരോഗ്യത്തിനുമേലുള്ള അവകാശവാദം അഴിയട്ടെ. ആ പൈശാചിക സ്വാധീനം വിട്ടുപോ. ആമേൻ. ആത്മീയ ജീവിതത്തെ പോലും തകർത്ത് വെല്ലുവിളിക്കുന്ന, ശുശ്രൂഷകളെ പോലും തകർത്ത് വെല്ലുവിളിക്കുന്ന, നിന്നാപാത്രമാക്കി മാറ്റുന്ന ആ പൈശാചിക സ്വാധീനം അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആ സ്വാധീനം അഴിയുമ്പോൾ നീ ആഗ്രഹിച്ച ആ ജോലി അവിടെ ലഭിക്കുക. യേശുവിൻ നാമത്തിൽ ആ പ്രൊമോഷൻ ഉണ്ടാകുക. നിന്റെ അവകാശം നിന്റെ കരങ്ങളിലേക്ക് വരിക. കോടതിയിൽ നിന്ന് നീ സന്തോഷത്തോടെ പുറത്തു വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി രക്തത്താലും വചനത്താൽ ഈ ജനത്തെ ഈ ഉപവാസ പ്രാർത്ഥന 21-ാമത്തെ പകൽ അടിയൻ മുദ്രയിട്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരങ്ങ് പുറത്തു കൊണ്ടുവന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ ഇത് ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ, ബാധിക്കപ്പെട്ട ഒത്തിരി പേരെ പ്രൈസ് ഓർ ഫാമിലിയുമായിട്ട് ചേർത്ത് നിർത്തുക. മെസ്സേജുകൾ ഷെയർ ചെയ്തുകൊണ്ടും നമ്പറുകൾ കൈമാറിക്കൊണ്ടും അതിന് നിങ്ങൾക്ക് കഴിയും. അതുപോലെ പ്രൈസ് ഓർ ഫാമിലി ലൈവായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അറിയാമല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ലൈവിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. ആ വിഷയങ്ങൾക്ക് കർത്താവ് അത്ഭുതങ്ങളെ മറുപടിയായി നൽകും. താങ്ക് ഗോഡ്. അത്ഭുതങ്ങളെ മറുപടിയായി നൽകും. വരുവാൻ കഴിയുന്നവർ കടന്നു വരിക. എല്ലാ ഞായറാഴ്ചയും സഭാരാധനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ 10 മണി മുതലാണ് കേട്ടോ. നിങ്ങൾ ആരാധനയ്ക്ക് കടന്നു പോകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണെങ്കിൽ ജോയിൻ ചെയ്യുക. പോകുന്നില്ല എങ്കിൽ കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഉയർത്താം, ആരാധിക്കാം, വിടുതൽ പ്രാപിക്കാം, പിശാചിൻ്റെ കൊത്തളങ്ങളെ തകർത്തെറിയാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. എല്ലാ മാസത്തിൻ്റെ അവസാനങ്ങളിലും ഇതുപോലെ ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആ പൈശാചിക മണ്ഡലത്തെ തകർത്ത് നിങ്ങളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അനുഭവിക്കേണ്ട നന്മകളെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവ് നിങ്ങൾക്ക്
പകരട്ടെ. അപ്പോൾ പുതിയൊരു സീസണിലേക്ക് കർത്താവ് നിങ്ങളെ നടത്തട്ടെ. സാക്ഷ്യങ്ങളും വിശേഷങ്ങളും പിന്നെയും അറിയിക്കുക. നാളെ പകലിൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരെയും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.